അടങ്ങാത്ത കാട്ടാനക്കലി. സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ഇന്നും ഒരു മരണം. വയനാട് അട്ടമലയിലുണ്ടായ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. നാട്ടുകാരുമായി തഹസീൽദാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഈ വയനാട്ടിൽ ജനജീവിതം പൊതുവെ ദുസ്സഹമാണ്. മാത്രവുമല്ല, മലയോര മേഖലയൊന്നാകെ വലിയ ഭീതിയിലേക്ക് അകപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്നും കാട്ടാന ഇറങ്ങി ഒരാളുടെ ജീവൻ അപഹരിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നാട്ടുകാർ വലിയ സംഘർഷാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നീലിമ പറഞ്ഞതുപോലെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ തഹസിൽദാർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയത്. അതിൽ 5 ലക്ഷം രൂപ നാളെ തന്നെ കുടുംബത്തിന് നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ഈ തഹസിൽദാർ നൽകിയിരുന്നു. അല്പസമയത്തിനകം തന്നെ തഹസിൽദാറുമായി കൂടുതൽ ചർച്ചയ്ക്കുള്ള ആളുകൾ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 5 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു. നാട്ടുകാരുടെ പ്രധാന ആവശ്യം, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, ഈ പ്രദേശത്ത് കുറച്ച് ആദിവാസികളുടെ ഊരുകളാണ് ഉള്ളത്. അവർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള ഏരിയ അല്ല. അതായത് ചൂരന്മല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിയതാണ്. അതിൽ പിന്നെ ഇവർ കാട്ടിലേക്ക് പോയി, അതായത് ഇവർ താമസിച്ച സ്ഥലത്ത് നിന്നും കാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അവിടെ പിന്നെ സ്ഥിരതാമസമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ നിന്നും ഇറങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ ബാലൻ എന്ന് പറയുന്ന ബാലകൃഷ്ണന് ഇത്തരത്തിൽ ആനയുടെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. തുടർന്ന് അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. ആ ഒരു കാടിന് തൊട്ടടുത്താണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിന്റെ സൈഡിലായിട്ടാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുകയും ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നേരത്തെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഒരു ദിവസമേ ആയിട്ടുള്ളൂ, ഒരു ആന ആക്രമിച്ചു കഴിഞ്ഞ് ഒരു ദിവസമേ ആയിട്ടുള്ളൂ മറ്റൊരു സ്ഥലത്ത് വീണ്ടും ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ആക്രമണത്തിൽ വലിയ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇവിടെയുള്ള വയനാട് നിവാസികൾ. മാത്രമല്ല, വലിയ ആശങ്കയാണ് വയനാട്ടിലെ എവർക്കും ഉള്ളത്. കാരണം രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് സ്കൂളിലാക്കി അവർ വരുന്നത് വരെ കാത്തിരിക്കുന്ന അവരുടെ അവസ്ഥ, അമ്മമാരുടെ അവസ്ഥ, അതൊക്കെയാണ് വയനാട്ടുകാർ പറയുന്നത്. ജനങ്ങൾ ഒക്കെ ഇപ്പോൾ ജനപ്രതിനിധികളോടും അല്ലെങ്കിൽ വനപാലകരോടൊക്കെ പറയുന്നതും ചോദിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ കുട്ടികൾ വരുന്നത് വരെ തങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നവർ അല്ലെങ്കിൽ കടയിലേക്ക് പോകുന്നവർ തിരിച്ചു വരുമെന്നുള്ള എന്തുറപ്പാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങൾ അടക്കമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് വയനാടൻ ജനതയുള്ളത്. എന്തിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ ഒരു നേരത്തെ എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. കളക്ടർ അടക്കമുള്ള സ്ഥലത്തെത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കളക്ടർ സ്ഥലത്തെത്താത്തതിനെ തുടർന്ന് തഹസിൽദാർ എത്തിയാണ് ഈ ജനങ്ങളുമായി സംസാരിക്കുകയും ജനപ്രതിനിധികളുമായി സംസാരിക്കുകയും അവരുമായി സംസാരിച്ച് സമവായത്തിലെത്തി മൃതദേഹം മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തിനാൽ തന്നെയും വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ ഉണ്ടാകുവാനാണ് സാധ്യത. ഇത്തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. കടുവ, അതുപോലെ തന്നെ ആന തുടങ്ങിയ മൃഗങ്ങൾ നിരവധി തവണ വയനാട്ടിലേക്ക് ഇറങ്ങുന്നു. അല്പസമയം മുമ്പാണ് മറ്റൊരു സ്ഥലത്ത് കടുവ ഇന്ന് കണ്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഗോദാവരിക്കടുത്താണ് ഈ സ്ഥലത്ത് കടുവയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥിരീകരിക്കാത്ത നാട്ടുകാർ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടിലേക്ക് പോവുകയാണ് വയനാടൻ ജനത. അത്തരത്തിൽ ഇവരുടെ ആശങ്ക അകറ്റേണ്ടത് അത്യാവശ്യമാണ്. ആന ഇറങ്ങാതിരിക്കാൻ ഇത്തരത്തിൽ ഈ ഒരു കമ്പിവേലികൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെൻസിംഗ് രീതികൾ തയ്യാറാക്കുക, കിടങ്ങുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അത്തരത്തിൽ വരുമ്പോഴാണ് വലിയ രീതിയിൽ മാനുവിന്റെ മരണത്തിന്റെ ഒരു ഞെട്ടൽ വിട്ടുമാറും മുമ്പെയാണ് അടുത്ത മരണം ഇന്ന് രാവിലെ ഉണ്ടാകുന്നത്. ഇന്ന് തഹസീൽദാരുമായി നാട്ടുകാർ നടത്തിയ ചർച്ചയിൽ അവരുടെ ആവശ്യം എന്തായിരുന്നു? അത് എത്രത്തോളം പരിഹരിക്കാമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്? നിരിമ, ഇവരുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും ഇനി ഒരു മനുഷ്യജീവൻ ഇത്തരത്തിൽ പൊലിയാൻ പാടില്ല. അതുതന്നെയാണ് ഏതൊരു സമയത്തും പ്രധാനമായും വയനാട്ടുകാർ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ബന്ധുക്കാരടക്കം ഉന്നയിച്ചത്. വനവാസികളാണ്, ഈ കാട്ടിൽ ഒക്കെ താമസിക്കുന്നവരാണ്. അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ജനപ്രതിനിധികളെ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, കൃത്യമായി നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതടക്കമാണ് തഹസിൽദാരുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകും. അത് കേന്ദ്ര സർക്കാർ നൽകുന്ന ആ തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ തുക മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് തടി തപ്പുന്ന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ 10 ലക്ഷം പ്രഖ്യാപിക്കുന്നു. അതിൽ 5 ലക്ഷം ഇന്നോ നാളെയോ ആയി കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നുമുണ്ട്. മാത്രമല്ല, മറ്റുള്ള ഒരു കാര്യം ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്, ഈ പ്രദേശത്ത് താമസിക്കുന്നവരെ ഈ പ്രദേശത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്
മാറ്റി പാർപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് എത്ര പെട്ടെന്ന് സാധ്യമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം അത്ര പെട്ടെന്നൊന്നും ഇവരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലായിരിക്കും ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു നോക്കിക്കാണേണ്ടത്. തൽക്കാലത്തേക്ക് ഇവിടെ ഫോറസ്റ്റിന്റെ കുറച്ച് ആളുകളെ ഈ പ്രദേശത്ത് വിന്യസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൽക്കാല പെട്രോളിങ്ങിനായി ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അടക്കം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ അടക്കം RRT സംഘത്തിനെ അടക്കം ഈ പ്രദേശത്ത് വിന്യസിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെയും നാട്ടുകാരുടെ ആവശ്യം ഒരു തരത്തിൽ തഹസിൽദാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാം. പക്ഷേ നമ്മൾ അപ്പോഴും ഓർക്കേണ്ടത് കഴിഞ്ഞ തവണ താനായുടെ ആക്രമണത്തിൽ മരിച്ച സജീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ അദ്ദേഹത്തിന് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള സഹായം അജീഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള സഹായവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. 4-5 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുവാൻ സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം മാനു മരണപ്പെട്ടു, ഇപ്പോഴാ ഒരു ബാലകൃഷ്ണൻ മരണപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആളുകൾ മരണപ്പെടുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് വയനാടൻ ജനത ചോദിക്കുന്നത്. എന്തിനാ തന്നെയും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകുന്നേരത്തോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടുവളപ്പിലെത്തും. ഇവിടെ ആയിരിക്കും സംസ്കാരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അർജുൻ PS ആണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.